രാഹുൽ ജിനാഥും ടി.എസ്. ഹരികൃഷ്ണയും ഏറ്റവും പുതിയ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ആദ്യം ഹരിയിലേക്കാണ്. ഹരി, ചോദ്യം ചെയ്യാൻ അവസാനിച്ചോ? ചോദ്യം ചെയ്യൽ അവസാനിച്ചിട്ടില്ല. ചോദ്യം ചെയ്യൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. രാഹുൽ ഈശ്വറിനെ സൈബർ എസ്ഐയുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് പ്രധാനമായും രാഹുൽ ഈശ്വറിനെ ഈ എയർ ക്യാമ്പിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് തന്നെ രാഹുൽ ഈശ്വറിന്റെ ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ളവ ഈ എയർ ക്യാമ്പിലേക്ക് കൊണ്ടുവന്നിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകളും ഇതിന്റെ ഒപ്പം നടക്കുമെന്നുള്ളതാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. ഇതുകൂടാതെ ഈ കേസിൽ പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന FIR-ൽ 4 പ്രതികൾ, രഞ്ജിത പുളിക്കൻ, ദീപ ജോസഫ്, ഒപ്പം അതുകൂടാതെ രാഹുൽ ഈശ്വർ, സന്ദീപ് വാര്യർ, ഇങ്ങനെ 4 പേരാണുള്ളത്. ഇതിൽ രാഹുൽ ഈശ്വർ 5ാമത്തെ പ്രതിയാണ്. കേസിലെ 5ാമത്തെ പ്രതിയാണ് രാഹുൽ ഈശ്വർ. ഇതുമായി ബന്ധപ്പെട്ട് IT ആക്ട് പ്രകാരമുള്ള വകുപ്പുകളൊക്കെ ഈ FIR-ൽ ചേർത്തിട്ടുണ്ട്. ഇതുകൂടാതെ സ്ത്രീത്വത്തെ അപമാനിക്കൽ ഉൾപ്പെടെയുള്ള വകുപ്പുകളും ഈ FIR-ൽ ചേർത്തിട്ടുണ്ട്. കേസുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു പരാതി അതിജീവിതയുടെ ഭാഗത്തു നിന്നും വന്നപ്പോൾ തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായൊരു ഇടപെടലുണ്ടായി. FIR രജിസ്റ്റർ ചെയ്ത് രാഹുൽ ഈശ്വറിനെ ചോദ്യം ചെയ്യുന്ന നടപടികളൊക്കെ വേഗത്തിൽ കടക്കുകയാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഇപ്പോഴും ഈ ചോദ്യം ചെയ്യൽ നടപടികൾ, മൊഴിയെടുക്കുന്ന നടപടികളൊന്നും ഇതുവരെ പൂർത്തിയായിട്ടില്ല. ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. നേരത്തെ ഒരു മണിക്കൂർ മുമ്പാണ് രാഹുൽ ഈശ്വറിന്റെ ഭാര്യ ഇവിടെ നിന്ന് പുറത്തേക്ക് പോയപ്പോൾ മാതൃഭൂമി ന്യൂസിനോട് പ്രതികരിച്ചത്. അതിനുശേഷം ഒരു 10 മിനിറ്റ് മുമ്പ് രാഹുൽ ഈശ്വറിന്റെ ഭാര്യ ഇപ്പോൾ വിളിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ അകത്തേക്ക് 10 മിനിറ്റ് മുമ്പാണ് കയറിപ്പോയത്. എന്താണ് അടുത്ത നടപടിക്രമങ്ങൾ എന്നുള്ള കാര്യങ്ങൾ അല്പസമയത്തിനകം പറയാൻ കഴിയും. ശരി, ആ പെൺകുട്ടിയുടെ, രാഹുൽ മങ്കുട്ടത്തിനെതിരെ പരാതി കൊടുത്ത പെൺകുട്ടിയുടെ അതിജീവിതയുടെ പേര്, വിവരങ്ങളെല്ലാം ആളുകൾക്ക് ബോധ്യമാകുന്ന തരത്തിൽ ഹീനമായ സൈബർ അധിക്ഷേപങ്ങൾക്ക് വേട്ടയാടുന്ന ആ പെൺകുട്ടിയെ ഇട്ടുകൊടുക്കുന്ന തരത്തിലുള്ള നടപടികൾ രാഹുൽ ഈശ്വർ മാത്രമല്ല മറ്റു പ്രതികളുണ്ട്, അവരുടെയൊക്കെ ഭാഗത്തുനിന്നുണ്ടായി എന്നുള്ളതാണ് ഈ FIR-ൽ സൂചിപ്പിക്കുന്ന കാര്യം. രാഹുൽ ജിനാഥ് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. രാഹുൽ ഈശ്വർ മാത്രമല്ല ഉള്ളത്, സന്ദീപ് വാര്യരുണ്ട്, രഞ്ജിത പുളിക്കലുണ്ട്, ദീപ ജോസഫ് ഉണ്ട്, മറ്റാളുകൾ കൂടിയുണ്ട്. അപ്പോൾ അവരിലേക്ക് കൂടി അന്വേഷണ സംഘം എപ്പോൾ എത്തും? അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടമായി ഇനി ബാക്കിയുള്ളത്. കാരണം FIR കയ്യിലുണ്ടായിരുന്നു എന്ന് ദീപ രാഹുൽ ഈശ്വർ പറയുമ്പോൾ എത്രമാത്രം വേഗത്തിലാണ് ഈ സൈബർ പോലീസ് ഇതുമായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത് എന്നുള്ളതാണ്. ആ FIR-ലെ കാര്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള മറുപടി എടുത്തത്. ആ മറുപടി എടുക്കുന്നതിന് പിന്നാലെ തന്നെ ഈ മൊബൈലും ലാപ്ടോപ്പും എല്ലാം ഹാജരാക്കാനും അതിന് പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് എന്തായാലും ആദ്യ അറസ്റ്റ് ഇവിടെ ഉണ്ടാകുന്നു. തൊട്ടു പിന്നാലെ തന്നെ ബാക്കിയുള്ള ആളുകളിലേക്കും പോലീസ് എത്തും, ചോദ്യം ചെയ്യലുണ്ടാകും, കസ്റ്റഡി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോകുമെന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ സൂചിപ്പിക്കുന്നത് പോലെ ഒരു നൈതികതയുടെ പ്രശ്നമാണ്. കാരണം ഇവർ ഒരു വിഷയത്തിൻ്റെ പല ഭാഗങ്ങൾ പറയുന്നതിനപ്പുറത്തേക്ക് ഇത്തരത്തിൽ അപമാനിക്കലിലേക്ക് കടക്കുന്നു. അതിജീവതയുടെ ഐഡൻറ്റിറ്റി, അതായത് തിരിച്ചറിയാൻ കഴിയുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ പറയുന്നു എന്ന് പറയുമ്പോൾ ഇതിന് വിലങ്ങിടാൻ ആർക്കും കഴിയാത്ത തരത്തിലേക്ക് മുന്നോട്ട് പോവുകയായിരുന്നു. അത് പല കോണുകളിൽ നിന്ന് വിമർശനം ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിൻ്റെ സൈബർ ടീം ഇത്തരത്തിലൊരു നീക്കവുമായി മുന്നോട്ട് വരുന്നത്. കാരണം ആര് സൂചിപ്പിച്ചതുപോലെ, ആദ്യ ഘട്ടത്തിലൊക്കെ സൂചിപ്പിച്ചതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയെന്നുള്ള ചോദ്യം പോലീസിനെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. അപ്പോഴാണ് അതിജീവിത ഇത്തരത്തിലൊരു പരാതിയുമായി മുന്നോട്ട് വരുന്നത്. ഈ പ്രതിയിലേക്ക് എത്തുന്നില്ല എന്ന് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് അതിജീവിതയെ അപമാനിക്കുന്ന തരത്തിലേക്ക് അവർ പറഞ്ഞ കാര്യങ്ങളുടെ മെറിറ്റ് പോലും പരിഗണിക്കാതെ മറ്റുള്ള അധിക്ഷേപങ്ങളിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു. സമൂഹത്തിന്റെ മുന്നിലേക്ക് അല്ലെങ്കിൽ പൊതുമധ്യത്തിൽ സൈബർ ഇടങ്ങളിൽ അധിക്ഷേപിച്ച, ഐഡന്റിറ്റി വെളിപ്പെടുത്തിയ ആളുകൾക്കെതിരെയാണ് ഇപ്പോൾ FIR ഉള്ളത്. 4 പേരാണ്: രഞ്ജിത പുളിക്കൻ, അഡ്വക്കേറ്റ് ദീപ ജോസഫ്, സന്ദീപ് വാര്യർ, രാഹുൽ ഈശ്വർ. അതിലിപ്പോൾ രാഹുൽ ഈശ്വർ പോലീസ് കസ്റ്റഡിയിലാണ്.